റവന്യൂ വകുപ്പിന്റെ എതിർപ്പ് മൂലം മാസങ്ങളായി മാറ്റിവെച്ചിരുന്ന കാര്യത്തിലാണ് മന്ത്രിസഭ ഇന്ന് തീരുമാനമെടുത്തത്. ടൂറിസം വകുപ്പാണ് കോവളം കൊട്ടാരവും അനുബന്ധ പ്രദേശവും സ്വകാര്യ ഹോട്ടൽ ഉടമകൾക്ക് വിട്ടുകൊടുക്കണമെന്ന നിർദ്ദേശം വെച്ചത്. ചികിത്സയിലുള്ള ടൂറിസം മന്ത്രിയുടെ അഭാവത്തിലും ഫയൽ തടസ്സം കൂടാതെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്കെത്തി. തീരുമാനത്തിനു വേണ്ടിയുള്ള മന്ത്രിസഭാക്കുറിപ്പിൽ 2 നിർദ്ദേശങ്ങളായിരുന്നു ഉള്ളത്. ഒന്ന്, ഹൈക്കോടതി സുപ്രീം കോടതി ഉത്തരവ് പാലിച്ച് കൊട്ടാരം നിരുപാധികം RP ഗ്രൂപ്പിന് കൈമാറാം. 2, ഉടമസ്ഥാവകാശത്തിന് വേണ്ടി സിവിൽ കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരം നിലനിർത്തിക്കൊണ്ട് കൊട്ടാരം RP ഗ്രൂപ്പിന് കൈമാറാം. രണ്ടാമത്തെ നിർദ്ദേശമാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. അഡ്വക്കേറ്റ് ജനറലിന്റെ ആദ്യ നിയമോപദേശവും ഇതുതന്നെയായിരുന്നു. മറിച്ച് തീരുമാനമെടുത്താൽ CPI എതിർക്കുമെന്നതിനാലായിരുന്നു അത്. CPI മന്ത്രിമാരിൽ P. തിലോത്തമൻ മാത്രമാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായിരുന്നത്. ഭൂരേഖപ്രകാരം ഉടമസ്ഥാവകാശം ഇപ്പോഴും ഹോട്ടൽ ഗ്രൂപ്പിനാണ്. 1970-ൽ കൊട്ടാരം ഉൾപ്പെടുന്ന ഭൂമി സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് കൈമാറുമ്പോൾ കൈവശാവകാശം മാത്രമാണ് നൽകിയിരുന്നത്. ഇതാണ് സിവിൽ കേസ് ഫയൽ ചെയ്യാനുള്ള സർക്കാരിൻ്റെ പിടിവള്ളി. കൊട്ടാരം ഏറ്റെടുത്തുകൊണ്ടുള്ള സർക്കാർ നിയമം തള്ളിയ ഹൈക്കോടതി ഉത്തരവിലെ ഉടമസ്ഥാവകാശത്തിലേക്ക് കടക്കുന്നില്ല എന്ന പരാമർശത്തിലും റവന്യൂ വകുപ്പ് പ്രതീക്ഷ വയ്ക്കുന്നു. എന്നാൽ ഭരണ രാഷ്ട്രീയ തലങ്ങളിൽ വിപുലമായ സ്വാധീനമുള്ള ഹോട്ടൽ ഉടമയുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായി സിവിൽ കേസ് ഫയൽ ചെയ്യാനുള്ള തീരുമാനം ആരെടുക്കും? അതാണ് ഇനിയത്തെ ചോദ്യം. ആർ. ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.